ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു മോരുകറിയുടെ റെസിപ്പിയാണ്. തേങ്ങയൊന്നും ചേർക്കാത്തൊരു മോരുകറിയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇതിനായി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കുക. പിന്നെ കടുക് ഉലുവയൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും പിന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഒരു ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുക. സവാളയുടെ പകരം ചെറിയുള്ളി ആയാലും മതി. ഞാനിവിടെ സവാളയാണ് ചേർക്കുന്നത്. ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തെടുക്കുക. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒന്നുകൂടി നന്നായി ഇളക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അരിഞ്ഞത് കൂടി ചേർത്ത് ഒന്ന് നന്നായി വഴറ്റി കൊടുക്കുക. തക്കാളി 1-2 മിനിറ്റ് വഴറ്റി കൊടുക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടും. തക്കാളി ഒന്ന് വെന്ത് കിട്ടുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്കുള്ള തൈര്, ഒരു കപ്പ് തൈര് മിക്സിയുടെ ജാറിൽ ഒന്ന് അടിച്ചെടുത്തതാണ്. അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഈ തൈര് ഒഴിച്ചതിന് ശേഷം തിളക്കാൻ പാടില്ല. ഒന്ന് ചൂടായി വരുമ്പോൾ തന്നെ വാങ്ങി വെക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ടേസ്റ്റി ആയൊരു മോരുകറിയാണ്. അപ്പോൾ ചോറിൻ്റെ കൂടെ ഒക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ ഉണ്ടാക്കാത്തവർ ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കാണാം. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.